ഇന്ന് നമുക്ക് ധനുഷും നാഗാർജുനയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കുബേര എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വലിയ കാശുകാരനായ നീരജിന് കോടിക്കണക്കിന് തുക മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ അതാണെങ്കിൽ റിസ്ക് പിടിച്ച ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ല ഐഡിയ പറയാനായിട്ട് കഴിയുന്നത് ജയിലിൽ കിടക്കുന്ന CBI ഉദ്യോഗസ്ഥനായിരുന്നു. CBI ഉദ്യോഗസ്ഥനെ പുറത്തിറക്കിയപ്പോൾ അയാളാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഭിക്ഷക്കാരെ ബിനാമിയാക്കാം, അവർ വഴി തുകയെല്ലാം ട്രാൻസ്ഫർ ചെയ്യാമെന്നും CBI ഉദ്യോഗസ്ഥൻ പറയുന്നു. അതിനു വേണ്ടിയിട്ട് 4 ഭിക്ഷക്കാരെ കണ്ടെത്തുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഇന്ത്യൻ ഓഷനിലെ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രോജക്റ്റ് ആണ് കാണിക്കുന്നത്. വർഷങ്ങളായിട്ട് ഓയിൽ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലും. എന്നാൽ ഒടുവിൽ ഓയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആ വിവരം പ്രോജക്റ്റ് ഹെഡിനെ അറിയിക്കും. ഓയിലിനു വേണ്ടി ഇനി ആരുടെയും മുന്നിൽ നമ്മുടെ രാജ്യത്തിന് പോകണ്ടല്ലോ എന്ന സന്തോഷമാണ് വർക്കേഴ്സിന്. എന്നാൽ പ്രോജക്റ്റ് ഹെഡ് ഈ വിവരം ഞാൻ പറഞ്ഞിട്ട് മാത്രം പുറത്തുവിട്ടാൽ മതിയെന്നും വർക്കേഴ്സിനോട് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും വലിയ പണക്കാരനായ നീരജിനെ വിളിച്ച് വിവരം അറിയിക്കും. ഈ വിവരം അറിഞ്ഞ 100 വർക്കേഴ്സിനെയും കൊന്നുകളയാനാണ് പകരമായി നീരജ് പറഞ്ഞതും. അതിനായിട്ട് ആളുകളെ വിടുകയും ചെയ്തു. നീരജ് നേരെ പോകുന്നത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മിനിസ്റ്ററിന്റെ അടുത്തേക്കാണ്. ഓയിൽ കണ്ടെത്തിയ വിഷയം എല്ലാവരിൽ നിന്നും മറയ്ക്കണം. അടുത്ത 10 വർഷത്തേക്ക് നിങ്ങളുടെ ഭരണമായിരിക്കും ഇവിടെ. ഓയിൽ മുഴുവൻ നീരജിന് സ്വന്തമെന്നും നീരജ് പറയുന്നു. മിനിസ്റ്റർ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും, എന്നാൽ അതിന് പകരമായി മിനിസ്റ്റർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിലരുടെയൊക്കെ വായടയ്ക്കാൻ കാശ് ആവശ്യമാണ്. 1 ലക്ഷം കോടി ട്രാൻസ്ഫർ ചെയ്യണമെന്നും മിനിസ്റ്റർ ആവശ്യപ്പെടുന്നു. നീരജും അതിന് സമ്മതിക്കും. നീരജിന്റെ അച്ഛൻ പറയുന്നത് 1 ലക്ഷം കോടി ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്. അത് നന്നായി അറിയാവുന്ന ആളിനെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാവൂ. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ പെട്ടുപോകും. 1 ലക്ഷം കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്, പക്ഷെ അയാൾ ഇപ്പോൾ ജയിലിലാണെന്നും അച്ഛൻ പറയും. നീരജിന്റെ അച്ഛൻ പറഞ്ഞ ആളാണ് CBI ഓഫീസർ ആയിരുന്ന ദീപക്. കള്ളക്കേസിൽ കുടുക്കി ദീപകിനെ ജയിലിലാക്കിയിരിക്കുകയാണ്. സത്യസന്ധനായ ദീപക് ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന്റെ വീട് റെയ്ഡ് ചെയ്തതിന് പകരമായിട്ടാണ് ദീപകിന് പണി കൊടുത്ത് ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നതും. ദീപകിന് ഭാര്യയും ഒരു മകളുമുണ്ട്. അടുത്ത ആഴ്ച ഹിയറിംഗ് ആണ്. പുറത്തിറങ്ങാനാകുമെന്നാണ് ദീപകിന്റെ പ്രതീക്ഷയും. ഭാര്യയെ ശില്പയോടും അവൻ ആ ആഗ്രഹം പറയുന്നുമുണ്ട്. ശില്പയ്ക്കാണെങ്കിൽ ദീപകിനെ ഓർത്ത് സങ്കടം. കാരണം മകൾ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഓരോ കള്ളങ്ങളാണ് ശില്പ മകളോട് പറയുന്നതും. ശില്പ ദീപകിനെ കണ്ടിട്ട് പോയ ഉടനെ തന്നെ ദീപകിനെ കാണുവാനായിട്ട് നീരജ് വരും. നീരജ് ദീപകിനോട് പറയുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പകരമായിട്ട് നിങ്ങളെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്നും നീരജ് പറയുന്നു. പക്ഷേ നീരജ് പറയാൻ പോകുന്ന കാര്യം എന്തോ ഇല്ലീഗൽ ആണെന്ന് ദീപകിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല. എന്തുണ്ടെങ്കിലും നേരായിട്ടുള്ള വഴിയെ മാത്രമേ താൻ സഞ്ചരിക്കൂ എന്നും ദീപക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ദീപകിന്റെ പ്രതീക്ഷ അടുത്ത ഹിയറിംഗിൽ തനിക്ക് പുറത്തിറങ്ങാനാകുമെന്നായിരുന്നല്ലോ. എന്നാൽ അടുത്ത ഹിയറിംഗ് ദിവസം എത്തി. പക്ഷേ ദീപക് കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചു. അതോടുകൂടി വീണ്ടും ദീപക് ജയിലിലായി. ജയിലിൽ കിടക്കുന്ന ദീപക് ചിന്തിക്കുന്നത്, തനിക്ക് ഇനിയും ഭാര്യയും മകളെയും കാണാനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീരജ് പറഞ്ഞ ആ ഒരു ഓഫർ സ്വീകരിച്ചാലോ, എങ്കിൽ തനിക്ക് പുറത്തിറങ്ങാനാകും, ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ജീവിക്കാനാകുമെന്നും ദീപക് ചിന്തിക്കുന്നു. അങ്ങനെ ദീപക് ആണെങ്കിൽ നീരജിനെ വിളിച്ചിട്ട് തനിക്കതിന് സമ്മതമാണെന്നും പറയും. അതനുസരിച്ച് നീരജ് തന്റെ പവർ ഉപയോഗിച്ച് ദീപകിനെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ദീപക് നേരെ പോകുന്നത് തന്റെ ഭാര്യയ്ക്കും മകൾക്കും അടുത്തേക്കാണ്. കുറച്ചുനാൾ അവരോടൊപ്പം സന്തോഷമായി നിന്നിട്ട് വീണ്ടും നീരജിനടുത്തേക്ക് ജോലിക്ക് പോകാമെന്നാണ് ദീപക് കരുതിയതും. ദീപകിന് താമസിക്കുവാനായിട്ട് പുതിയ ഫ്ളാറ്റ് ഒക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് നീരജ്. അങ്ങനെ ദീപക് ആണെങ്കിൽ നീരജിനടുത്തേക്ക് എത്തുകയാണ്. നീരജും നീരജിന്റെ അച്ഛനുമാണെങ്കിൽ 1 ലക്ഷം കോടി ട്രാൻസ്ഫർ ചെയ്യണം, അതും ആരും അറിയാതെ. ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടരുത്. ഇനി എന്തുണ്ടായാലും നമ്മളുടെ നേരെ ആരും അന്വേഷണത്തിന് വരരുത്. ആ വിധം ആ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നും നീരജും അച്ഛനും ദീപകിനോട് പറയുന്നു. ദീപക് പറയുന്നത്, അതിനായിട്ട് ആദ്യം നമുക്കൊരു ഷെൽ കമ്പനി രൂപീകരിക്കണം, അതുവഴി മാത്രമേ ട്രാൻസാക്ഷൻ നടക്കൂ. പിന്നെ ബാക്കിയുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം പറയാമെന്നും ദീപക് പറയുന്നു. അങ്ങനെ ദീപക് അവിടെ നിന്നും പുറപ്പെടുന്ന സമയം ട്രാഫിക്കിൽ വെച്ച് ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ തന്റെ അടുത്തേക്ക് ഭിക്ഷ യാചിച്ചു വരും. അത് കാണുന്ന ദീപകിനാണെങ്കിൽ ഒരു ഐഡിയ തോന്നുന്നു. നേരെ നീരജിനും അച്ഛനും അടുത്തെ ദീപകാണെങ്കിൽ തന്റെ മനസ്സിൽ തോന്നിയ ഐഡിയ അവരോട് പറയുന്നു. ഈ പൈസയൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനിടയ്ക്ക് ബിനാമിമാര് വേണമല്ലോ, അതിനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഭിക്ഷക്കാരെ നിർത്തിക്കൂടാ? അപ്പോൾ അത് കേട്ട് നീരജും അച്ഛനും ചോദിക്കുന്നത്, അതൊക്കെ റിസ്ക് അല്ലേ, അവരെ നിർത്തിയാൽ നല്ല രീതിക്ക് ട്രാൻസാക്ഷനൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദീപക് പറയുന്നത്, ഭിക്ഷക്കാരോട് അവിടെ ഒപ്പിടാൻ പറഞ്ഞാൽ അവരവിടെ ഒപ്പിടും, പിന്നെ നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് അവർ പൊയ്ക്കോളും, വേറൊരു പ്രശ്നവും അവരെ കൊണ്ട് ഉണ്ടാകില്ല എന്നും ദീപക് പറയുന്നു. അത് കേട്ട് നീരജാണ്
ദീപക്കാണെങ്കിൽ ഓക്കെ പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ദീപകിനെ തന്നെ വിളിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞതെന്ന് നീരജിന് ഇപ്പോൾ മനസ്സിലായി. കാര്യം അത്രയ്ക്കും ബുദ്ധിമാനാണ് ഈ ദീപക്. ദീപക് പറയുന്നത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത് ഭിക്ഷക്കാരെ പറഞ്ഞു വിടാമെന്നായിരുന്നു. അതിനെല്ലാം സമ്മതിച്ചാണ് ദീപകിനെ നീരജ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. ദീപക് പോയി കഴിഞ്ഞ ഉടനെ തന്നെ നീരജ് തന്റെ അച്ഛനോട് പറയുന്നത് ദീപക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ ഭിക്ഷക്കാരെ വെറുതെ വിടാമെന്ന് പറഞ്ഞത് അതൊരിക്കലും പറ്റത്തില്ല. അവർ നമുക്കിട്ട് എന്തെങ്കിലും പണി തന്നാലോ, അതുകൊണ്ട് തന്നെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷക്കാരെയൊക്കെയും കൊന്നു കളയാമെന്നും നീരജ് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് തിരുപ്പതിയിൽ ഒരു ഭിക്ഷക്കാരനായ ദേവയാണ് കാണിക്കുന്നത്. ദേവയാണ് നമ്മുടെ കഥാനായകൻ. ദേവ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മറ്റൊരു ഭിക്ഷക്കാരനെ ഒരു വണ്ടി തട്ടിയിട്ട് പോകും. എത്ര ദേവ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് വണ്ടിയെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. സ്പോട്ടിൽ തന്നെ ആ ഒരു ഭിക്ഷക്കാരൻ മരണപ്പെട്ടു. പക്ഷേ കോർപ്പറേഷൻകാർ പോലും ആ ഒരു ഭിക്ഷക്കാരന്റെ ഡെഡ് ബോഡി എടുക്കുവാനായിട്ട് അറയ്ക്കും. ദേവയും അവരുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ ഒരു ഭിക്ഷക്കാരന്റെ ബോഡി കത്തിച്ച് കളയുവാനായി തീരുമാനിക്കുന്നു. പെട്രോൾ ചോദിക്കുന്ന സമയത്ത് പോലീസുകാരാണെങ്കിൽ കുറച്ച് പെട്രോൾ മാത്രമാണ് കൊടുക്കുന്നതും. അപ്പോൾ ദേവ ചിന്തിക്കുന്നത് നമ്മളെ പോലുള്ള ഭിക്ഷക്കാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പാടാ, പക്ഷേ ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും പാടാണെന്ന് ദേവ ചിന്തിക്കുന്നു. ഈ ദേവയുടെയൊക്കെ ഗ്യാങ്ങില് ഒരു മുതിർന്ന ഒരാളുണ്ട്. അന്നേ ദിവസം രാത്രി ആ വയസ്സായ ആളിനൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ദീപക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് റോബർട്ടും ഗ്യാങ്ങും അവിടേക്ക് എത്തുന്നതും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരോട് എല്ലാവരോടായും പറയുന്നത്, നിങ്ങൾക്ക് ജോലി വേണമോ, താമസ സൗകര്യം വേണമോ, എങ്കിൽ എന്റെ കൂടെ വാ, നിങ്ങൾക്ക് ആഹാരവും ജോലിയും താമസ സൗകര്യവും എല്ലാം തരാമെന്ന് പറയുന്നു. അത് കേട്ട് ആരും അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആഹാരം കിട്ടുമെന്ന് കേട്ടതും ഉടനെ തന്നെ ദേവയാണെങ്കിൽ സാറേ ഞാൻ റെഡിയാണെന്ന് അവരോട് പറയും. അങ്ങനെ ദേവയെ അവർ വന്ന കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാറിലിരിക്കുന്ന സമയത്ത് ദേവയുടെ ദേഹത്ത് നിന്നും വല്ലാതെ സ്മെല്ലെടുക്കും. പക്ഷെ അതൊന്നും റോബർട്ടിനും കൂട്ടർക്കും ഇഷ്ടമാകുന്നതേയില്ല. എന്നാൽ ചിരിച്ചുകൊണ്ട് കാറിലിരിക്കുന്ന ദേവയാണെങ്കിൽ തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുന്നു. സ്കൂളിൽ പഠിക്കുകയായിരുന്ന ദേവ അമ്മയോടൊപ്പം നടന്നു വരികയാണ്. അമ്മയാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയും. എന്നാൽ നടന്നു വരുന്ന സമയത്ത് റോഡിൽ വെച്ച് ഒരു ലോറി അമ്മയെ തട്ടിയിട്ടിട്ട് നിർത്താതെ പോയി. അമ്മയാണെങ്കിൽ ഗർഭിണിയല്ലേ, അമ്മ മരിക്കാറായി കിടക്കുകയാണ്. അമ്മ ദേവയോട് പറയുന്നത്, നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ഞാനും നിന്റെ അനിയനും പോകുവാന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ വെച്ച് മരണപ്പെടുന്നു. അതോടുകൂടി ദേവ അനാഥനായി. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഇവർ ദേവയും കൊണ്ട് പോവുകയാണല്ലോ. പോകുന്ന വഴിയിൽ വേറെ 3 ഭിക്ഷക്കാരെ കൂടിയാണ് കൊണ്ടുപോകുന്നതും. അങ്ങനെ മുഴുവനായി 3 പുരുഷന്മാരും ഒരു സ്ത്രീയും. അതിൽ സ്ത്രീയുടെ പേരാണ് ഖുഷ്ബു. ഈ പെൺകുട്ടിയാണെങ്കിൽ ഗർഭിണിയാണ്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പ്രസവിച്ച് നന്നായിട്ട് വളർത്തണമെന്നാണ് ഈ ഖുഷ്ബുവിന്റെ ആഗ്രഹവും. മറ്റൊരാൾ ഖേലു. ഖുഷ്ബു ബാത്റൂമിൽ പോയ സമയം നോക്കി ഈ ഖേലു ആണെങ്കിൽ ഖുഷ്ബുവിന്റെ ബാഗിൽ നിന്നും കാശ് അടിച്ചു മാറ്റും. പുറത്തേക്ക് വന്ന ഖുഷ്ബു ആണെങ്കിൽ തന്റെ കാശ് പോയെന്ന് മനസ്സിലാക്കി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. ദേവയാണെങ്കിൽ ഖുഷ്ബുവിന് കണ്ണ് കാണിക്കും ഖേലുവാണ് അടിച്ചു മാറ്റിയതെന്ന്. ഉടനെ തന്നെ ഖുഷ്ബു ആണെങ്കിൽ ഖേലുവിന്റെ അടുത്തെത്തി അവനെ ഒരുപാട് തല്ലും. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് ആ റോബർട്ട് കാണുന്നുണ്ടായിരുന്നു. ഖേലുവാണ് കാശടിച്ചു മാറ്റിയതെന്ന് മനസ്സിലാക്കി റോബർട്ട് ആണെങ്കിൽ ഉടനെ തന്നെ അകത്തേക്ക് വന്നിട്ട് ഖേലുവിനെ ഒരുപാട് തല്ലും. കാരണം ഇപ്പോൾ കാശടിച്ചു മാറ്റുന്ന ഈ ഖേലു ഈ ഒരുപാട് പൈസ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അടിച്ചു മാറ്റില്ല എന്ന് എന്താ ഉറപ്പെന്നാണ് റോബർട്ട് ചിന്തിക്കുന്നതും. അടിക്കുക മാത്രമല്ല ഖേലുവിന്റെ പല്ലും പുഴുതെടുത്തു. അത് കാരണം എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഇവരെയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ദീപക് വരും. ഖേലുവിന്റെ വായിൽ നിന്നൊക്കെ രക്തം വന്നിരിക്കുന്നത് ദീപക് കാണുന്നുണ്ട്. അതിന് കാരണം ഈ റോബർട്ടാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ദീപക് റോബർട്ടിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് റോബർട്ടിനെ ഒരുപാട് വഴക്ക് പറയും. അവൻ ആ പെൺകുട്ടിയുടെ കാശടിച്ചു മാറ്റിയത് കൊണ്ടാ ഞാൻ അവനെ തല്ലിയതെന്ന് റോബർട്ട് പറയുമ്പോൾ അവർ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് പറയും, അല്ലാതെ നീ അവരെ ഉപദ്രവിക്കുകയല്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇനി അവരുടെ മേൽ നീ കൈവച്ചെന്നറിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് ദീപക് വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ദീപക് റോബർട്ടിനെ വഴക്ക് പറയുന്നതെല്ലാം ദേവ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവയ്ക്കാണെങ്കിൽ ദീപകിനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നും. അങ്ങനെ ദീപക് ഇവരെ 4 പേരെയും കൊണ്ടിരുത്തിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. 4 പേരുടെയും പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ദീപക്. ഇവർ 4 പേരും ദീപകിന് പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. 4ാമത്തെ ആളുടെ പേര് പട്ടേൽ എന്നാണ്. ഇവർ 4 പേരും ജീവിതത്തിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് അവസാനം ഭിക്ഷക്കാരായി മാറിയതും. 4 പേർക്കും എഴുതാനും വായിക്കാനും അറിയാമോ എന്നൊക്കെ ദീപക് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവർക്കൊന്നും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മനസ്സിലാക്കി ദീപക് ആണെങ്കിൽ അവരുടെ പ്ലാനിന് ഇവർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവരെ നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കി ആഹാരമൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇറക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്തെന്നാൽ 4 പേരുടെയും പേരിൽ ഓരോ കമ്പനി ആരംഭിക്കും. എന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കും. ഈ കാശ് മിനിസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ദീപകിന്റെ പ്ലാനും.
അമ്മ മരിച്ചതിന് ശേഷം ദേവയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഭിക്ഷാടനത്തിനെത്തുന്ന ടീമിന്റെ കയ്യിൽ വന്നു പെട്ടു. അവിടെ വെച്ച് ഒരു ചേട്ടൻ അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ദേവയ്ക്ക് ദീപകിനെ കാണുന്ന സമയത്തെല്ലാം ആ ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ എന്നും ദേവ ചോദിക്കും. ദീപക് അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ദേവയ്ക്കും കൂട്ടർക്കും ദീപക് എന്തിനാണ് അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊന്നും അറിയത്തേയില്ല. താമസിക്കുവാനായിട്ട് സൗകര്യവും കഴിക്കുവാനായിട്ട് ആഹാരവും കിട്ടുന്നത് കൊണ്ട് തന്നെ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നു. ദീപകും കൂട്ടരും എവിടെ ഒപ്പിടാൻ പറയുന്നോ അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുക, എങ്ങനെയൊക്കെ ഇരിക്കണം, പെരുമാറണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ഓരോ ആൾക്കാരുടെ അടുത്തായിട്ട് മീറ്റിങ്ങിനായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് 4 പേരെയും കാണുന്നതിന് വേണ്ടിയിട്ട് നീരജ് വരും. നീരജ് ആണെങ്കിൽ 4 പേർക്കും 500 രൂപ വെച്ചൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ അവസാനിപ്പിക്കുവാനായി പോകുന്നത് കേലുവിന്റേതായിരുന്നു. അതിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി കേലുവിനെ റോബർട്ടിനൊപ്പം പറഞ്ഞുവിടും. പോകുന്നതിന് മുൻപ് ഇവന് നല്ല ആഹാരമൊക്കെ വാങ്ങി കൊടുക്കണമെന്നും പ്രത്യേകം ദീപക് പറഞ്ഞിരുന്നു. അങ്ങനെ റോബർട്ട് ആണെങ്കിൽ ആഹാരവും വാങ്ങിക്കൊടുത്ത് കേലുവിനെ നേരെ കൊണ്ടുപോയത് വീട്ടിലേക്കല്ലായിരുന്നു, നടുക്കടലിലേക്കാണ്. കേലുവാണെങ്കിൽ ഞെട്ടിപ്പോകും. കേലു നോക്കുമ്പോൾ റോബർട്ട് ആണെങ്കിൽ തന്റെ കൈ മുറിച്ച് രക്തമാണെങ്കിൽ കടലിലേക്ക് ഇറ്റിച്ചു വീഴ്ത്തും. അപ്പോൾ ഒരു സ്രാവ് വരുന്നു. ഇതെന്തിനാ ഇവൻ രക്തമൊക്കെ വീഴ്ത്തുന്നത്, സ്രാവൊക്കെ വരുന്നല്ലോ എന്ന് കേലു ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെ റോബർട്ട് കേലുവിനെ കടലിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ കേലു സ്രാവിനിരയായി മാറി. ദീപക് പറഞ്ഞിരുന്നത് ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ കഴിയുന്ന സമയത്ത് അവർക്ക് നല്ല ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചു കൊണ്ടുവിടണമെന്നായിരുന്നു. പക്ഷെ അതിനു മുൻപായിട്ട് നീരജ് റോബർട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത് അവരെ ഓരോരുത്തരെയും കൊന്നു കളയണമെന്ന്. അതനുസരിച്ചാണ് റോബർട്ട് കേലുവിനെ കൊന്നു കളഞ്ഞതും. എന്നാൽ ഇതൊന്നും ദീപക്കിനും ദേവയ്ക്കും ഒന്നും അറിയത്തില്ലല്ലോ. സമയം ഒരുപാടായിട്ടും കേലുവിനെ കാണുന്നില്ല. ദേവ ഉടനെ തന്നെ ദീപക്കിനെ വിളിച്ചിട്ട് കേലു ഇത്രയും നേരമായിട്ടും എത്തിയില്ല എന്ന കാര്യം പറയുന്നു. ഉടനെ തന്നെ ദീപക് റോബർട്ടിനടുത്തെത്തി കേലുവിനെ കാണാത്ത കാര്യം അന്വേഷിക്കുമ്പോഴാണ് നീരജ് പറഞ്ഞതനുസരിച്ച് കേലുവിനെ കൊന്നു കളഞ്ഞുവെന്നും റോബർട്ട് പറയുന്നത്. ഉടനെ തന്നെ ദീപക് നീരജിനടുത്ത് എത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും കൊല ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ ഒരു ജോലി ചെയ്യത്തില്ല എന്നും പറയുന്നു. ദീപക് പറഞ്ഞത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് കൊടുത്ത് അവരെ പറഞ്ഞു വിടണമെന്നല്ലായിരുന്നു. എന്നാൽ നീരജ് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. എന്നാൽ നീരജ് പറയുന്നത് നിങ്ങൾ ഇതിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ജയിലിൽ പോകുവാനായി തയ്യാറായിക്കോ. നിങ്ങളുടെ ഫാമിലിയാണോ വലുത് അതോ എവിടെയോ കിടക്കുന്ന ഭിക്ഷക്കാരാണോ വലുതെന്ന് ചിന്തിച്ച് നോക്കുവാനായിട്ടും നീരജ് പറയുന്നു. തിരികെ ജയിലിൽ പോയി കഴിഞ്ഞാൽ തന്റെ ഫാമിലി നഷ്ടമാകുമല്ലോ എന്ന് ദീപക് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നീരജിന്റെ ആ ഒരു ആവശ്യത്തിന് ഒന്നും മിണ്ടാതെ വീണ്ടും അംഗീകരിക്കുകയാണ് ദീപക്. ദീപകാണെങ്കിൽ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് ദീപക് ചിന്തിക്കുന്നത് തന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് 4 പാവങ്ങളുടെ ജീവനാണല്ലോ താൻ ബലി കൊടുക്കാനായി പോകുന്നത് എന്ന് ചിന്തിച്ച് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയും. എന്താണ് പ്രശ്നമെന്ന് ശില്പ ചോദിച്ചിട്ട് പോലും ദീപക് പറയുന്നതേയില്ല. അങ്ങനെ അടുത്തതായിട്ട് പട്ടേലിന്റെ ട്രാൻസാക്ഷനും ക്ലോസ് ആയിരിക്കുകയാണ്. പട്ടേലിന്റെ മനസ്സോടെയാണ് റോബർട്ടിനൊപ്പം ദീപക് പറഞ്ഞു വിടുന്നതും. പട്ടേലും മരണപ്പെട്ടു. പോകുന്നവരാരും തന്നെ തിരികെ വരുന്നില്ലല്ലോ എന്ന ടെൻഷനായിരുന്നു ദേവയ്ക്ക്. എന്നാൽ ഇതേ സമയം ഈ റോബർട്ടിനാണെങ്കിൽ ഖുഷ്ബുവിന്റെ മേലൊരു നോട്ടമുണ്ട്. മദ്യപിച്ച് അവശനായ റോബർട്ട് ആണെങ്കിൽ നേരെ വരുന്നത് ഖുഷ്ബുവിനടുത്തേക്കാണ്. നീ എനിക്ക് വഴങ്ങി തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കൊന്നു കളയുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ ഖുഷ്ബു ആണെങ്കിൽ റോബർട്ടിന് വഴങ്ങി കൊടുക്കുവാനായും തീരുമാനിച്ചു. ഇതെല്ലാം ദേവ കാണുന്നുണ്ട്. ദേവയ്ക്കാണെങ്കിൽ അതൊന്നും സഹിക്കാനായില്ല. ഉടനെ തന്നെ റോബർട്ടിന്റെ തലയിൽ എന്തോ എടുത്ത് അടിച്ചിട്ട് അവിടെ നിന്നും ഖുഷ്ബുവിനെയും കൊണ്ട് ബാത്റൂമിൽ കയറി കഥ കടയ്ക്കും. ഖുഷ്ബുവിനെ അവിടെയുള്ള ജനൽ വഴി പുറത്തേക്ക് ഇറക്കുവാനായി നോക്കുമെങ്കിലും ഖുഷ്ബുവിന്റെ വയറ് വലുതായത് കൊണ്ട് തന്നെ അതുവഴി ഇറങ്ങുവാനായി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ദീപക് സാർ വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്നും ദേവയാണെങ്കിൽ ഖുഷ്ബുവിനോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെയായി. ദീപക് ആണെങ്കിൽ അവരെ വിളിക്കുവാനായിട്ടും വന്നു. അടുത്തതായിട്ട് ക്ലോസ് ആകാൻ പോകുന്ന ട്രാൻസാക്ഷൻ ദേവയുടേതായിരുന്നു. ദേവയെ വിളിക്കുന്ന സമയത്ത് ദേവ പറയുന്നത്, സാറേ ആ റോബർട്ടിലെ അവൻ ആള് മോശമാ, അവനാണെങ്കിൽ ഖുഷ്ബുവിനെ കയറി പിടിക്കാനൊക്കെ നോക്കിയെന്നും ദേവ പറയുന്നു. പക്ഷെ ദേവ പറയുന്നതെല്ലാം കേട്ട് ദീപകിന് സങ്കടം വരുമെങ്കിലും ദീപകാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് വാ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും ദീപക് പറയുന്നു. അതനുസരിച്ച് പുറത്തേക്ക് വന്ന ദേവയാണെങ്കിൽ വീണ്ടും റോബർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യുവാനായിട്ട് താല്പര്യമില്ലാത്ത ദീപകാണെങ്കിൽ മനസ്സോടെ തന്റെ ഫോണെടുത്ത് ആരോട് സംസാരിക്കുന്നത് പോലെ പുറത്തേക്കും പോകുന്നു. അങ്ങനെ ദേവയെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നേരെ കൊണ്ടുപോകുന്നത് വലിയൊരു കമ്പനിയിലെ ഹെഡിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് ട്രാൻസാക്ഷൻ എല്ലാം ക്ലോസ് ആവുകയാണ്. അതിനു മുൻപായിട്ട് ആ ഒരു ഹെഡ് ആണെങ്കിൽ ദേവയ്ക്ക് അയാളുടെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ദേവയാണെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ചും വെക്കും. എല്ലാം കഴിഞ്ഞിട്ട് നേരെ ദീപകിനടുത്തെത്തി. അവിടെയും ഫൈനലായിട്ട് ഒരു ക്ലോസിംഗ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. അതേസമയം തന്നെ ദേവ ദീപകിനോട് പറയുന്നുണ്ട്, സാറേ ആ റോബോ ശരിയല്ല, അവനാണെങ്കിൽ ആള് മോശമാ, ഖുഷ്ബുവോട് തനിയെ. അവനാണെങ്കിൽ ഖുഷ്ബുവിനെ എന്തെങ്കിലും
ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും ദീപക്കാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതും. ദേവയുടെ ട്രാൻസാക്ഷൻ ക്ലോസ് ആയതും റോബർട്ടിനൊപ്പം ദേവയെ പറഞ്ഞു വിടുന്നു. സങ്കടത്തോടെയാണ് ദീപക് അത് ചെയ്യുന്നതും. എന്നിട്ട് ദീപക്കാണെങ്കിൽ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗുളികയും കഴിച്ച് കയറി കിടക്കും. അതേസമയം കാറിൽ കൊണ്ടുപോവുകയായിരുന്ന ദേവയാണെങ്കിൽ റോബർട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നു. ദേവയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കാർ ഒരു സ്ഥലത്ത് ഒതുക്കുകയാണ്. ദേവ യൂറിൻ പാസ് ചെയ്യാൻ പോയ സമയം തന്നെയായിരുന്നു ദേവയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് റോബർട്ട് ആണെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നതും. അതേസമയം ദീപക്കിനടുത്തായിട്ട് ദേവ ചെയ്ത ആ ഒരു അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷനിലെ അതിലെന്തോ ചെറിയ പ്രശ്നം വന്നു. അത് ക്യാൻസൽ ആയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ദീപക് ഉടനെ തന്നെ റോബർട്ടിനെ വിളിച്ചിട്ട് അവനെ കൊല്ലരുത്, എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം, ട്രാൻസാക്ഷൻ ക്യാൻസൽ ആയിരിക്കുകയാണെന്ന് പറയുന്നു. റോബോ ഉടനെ തന്നെ ദേവയെ വിളിക്കുവാനായിട്ട് ചെല്ലുന്ന സമയം അവിടെ ദേവയില്ല. റോബർട്ട് തോക്കെടുക്കുന്നത് കണ്ട് പേടിച്ച് ദേവ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. അവൻ നേരെ ഓടി മെയിൻ റോഡിലേക്ക് എത്തുകയാണ്. അവിടെ വഴിയരികിൽ ഒരുപാട് ഭിക്ഷക്കാരാണെങ്കിൽ തീ കായുന്നുണ്ട്. ദേവ നേരെ അവരുടെ അടുത്തെത്തിയ സമയത്ത് ദേവ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരാരും ദേവയെ കൂട്ടത്തിൽ കൂട്ടില്ല. വീണ്ടും ദേവ നടന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ദേവയ്ക്കാണെങ്കിൽ വിശപ്പ് താങ്ങാനാകാതെ അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നു. അതേ സ്റ്റേഷനിൽ അവൻ അടുത്തായിട്ട് സമീറ എന്നൊരു പെൺകുട്ടിയും ഇരിക്കുന്നുണ്ട്. ദേവ ബോധം കെട്ട് വീഴുന്നത് കണ്ട് സമീറ നേരെ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് ദേവയുടെ മുഖത്ത് തളിച്ചു കൊടുക്കും. ദേവയാണെങ്കിൽ തനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഇഡ്ഡലി വേണമെന്ന് പറയും. പക്ഷേ ദേവയുടെ കയ്യിലാണെങ്കിലോ കാശില്ല. എന്നാൽ അത് വാങ്ങിക്കൊടുക്കുവാനായിട്ടും സമീറയ്ക്കും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ സമീറ തന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എടുത്ത് ദേവയ്ക്ക് കൊടുക്കും. അവനാണെങ്കിൽ അത് കഴിച്ച് എങ്ങനെയെങ്കിലും വിശപ്പടക്കുകയാണ്. ഈ സമീറയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരയുന്നുണ്ട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ സമീറ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാജ് എന്ന പയ്യനുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ വീട്ടുകാരാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ രാജ് നമുക്ക് ഒളിച്ചോടാമെന്നും സമീറയോട് പറഞ്ഞു. രാജ് പറഞ്ഞതനുസരിച്ചാണ് സമീറ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് രാജിനെ വിളിച്ചപ്പോൾ അവനാണെങ്കിൽ കോൾ എടുക്കുന്നതില്ല, ഫോൺ സ്വിച്ച് ഓഫ്. അവൻ അവളെ പറ്റിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ആ കാര്യം പറയും. കൂട്ടുകാരി പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിൽ വാ, നീ ജോലി അന്വേഷിച്ച് വന്നതാണെന്ന് ഞാൻ എന്റെ വീട്ടുകാരോട് കള്ളം പറയാമെന്നും കൂട്ടുകാരി പറയുന്നു. അതനുസരിച്ച് സമീറയാണെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുവാനായും തീരുമാനിക്കും. സമീറയ്ക്ക് മറ്റൊരു ടെൻഷൻ കൂടിയുണ്ട്. സമീറയുടെ വീട്ടുകാരാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞാൽ എന്താകുമെന്നാണ് അവളുടെ പേടി. കാരണം രാത്രിക്ക് രാത്രി തന്നെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം പിറക്കി ഇറങ്ങിപ്പോയതാണല്ലോ. എന്നിട്ട് കാമുകനും പറ്റിച്ചിരിക്കുന്നു. രാജവളെ ചതിച്ചത് കൊണ്ട് തന്നെ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് ട്രെയിനിന് മുന്നിലേക്ക് എടുത്ത് ചാടുവാനായും പോകുന്നു. അത് കാണുന്ന ദേവയാണെങ്കിൽ അതിൽ നിന്നും സമീറയെ രക്ഷിക്കും. ഇതിനു മുന്നിലേക്ക് വീണാൽ ഇനി ചത്തുപോകുമെന്നും ദേവ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് സാധനങ്ങളെല്ലാം എടുത്തിറങ്ങുന്ന സമീറയുടെ അടുത്ത് ഒന്ന് ഫോൺ തരുമോ, ഒരു കോള് ചെയ്യുവാനായിട്ടാണെന്നും ദേവ പറയുന്നു. അങ്ങനെ ദേവയാണെങ്കിൽ ദീപകിനെ വിളിക്കുകയാണ്. പക്ഷേ ദീപക് കോൾ എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ വോയിസ് നോട്ട് അയക്കുവാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ, സാറേ ഞാൻ ദേവയാ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്നും അവനൊരു വോയിസ് നോട്ട് അയക്കുന്നു. ദേവ മിസ്സായ കാര്യം ദീപക് അറിഞ്ഞിട്ടുണ്ടല്ലോ. ദീപകാണെങ്കിൽ റോബർട്ടിനെയും അവന്റെ ഗ്യാങ്ങിനെയും ഒക്കെ ഒരുപാട് വഴക്ക് പറയും. അതേ സമയത്തായിരുന്നു ദേവ ദീപകിനെ വിളിച്ചതും. പക്ഷേ ദീപകിന് കോൾ എടുക്കാൻ പറ്റിയില്ല. കുറെ നേരം കഴിഞ്ഞ് ദേവ അയച്ച വോയിസ് മെസ്സേജ് ദീപക് കേൾക്കുകയാണ്. ദേവ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ എല്ലാവരെയും കൂട്ടി ദീപക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അതേസമയം തന്നെയായിരുന്നു ദേവ സമീറയുടെ അടുത്ത് പറയും, പോകുന്ന വഴിയിൽ എന്നെ പള്ളിയിൽ അവിടെ ഒന്ന് ഇറക്കിയേക്കോ എന്ന് ചോദിക്കും. അങ്ങനെ സമീറയാണെങ്കിൽ ദേവയെ പള്ളിയുടെ അടുത്ത് ഇറക്കി വിട്ടിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ ദീപകൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ദേവയെ അവിടെ കാണത്തേയില്ല. ദേവ വിളിച്ച നമ്പർ ആണെങ്കിൽ ട്രേസ് ചെയ്യുവാനായും തീരുമാനിക്കുന്നു. ഫോൺ ട്രേസ് ചെയ്ത് ദീപകും ഗ്യാങ്ങും എത്തിയത് സമീറയുടെ അടുത്തേക്കായിരുന്നു. ഇന്നലെ നിങ്ങൾ ആർക്കെങ്കിലും ഫോൺ വിളിക്കുവാനായി കൊടുത്തിരുന്നു, ഇയാളാണോ എന്ന് പറഞ്ഞ് ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. അതെ, ഇയാൾ തന്നെയാ, ഞാൻ അതിനുശേഷം ഇയാളെ അടുത്തുള്ള പള്ളിയിൽ ഇറക്കി വിട്ടു എന്നും സമീറ പറയുന്നു. മാത്രമല്ല ഇവരുടെ ചോദ്യം ചെയ്യലുകളിൽ നിന്നും സമീറയാണെങ്കിൽ രാജെന്ന പയ്യനെ പ്രണയിച്ചിട്ട് അവനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടതാണെന്നും സമീറയുടെ കൂട്ടുകാരിയുടെ വീട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പെണ്ണിനെ ഇവിടെ നിർത്താനാകില്ലെന്നും കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയും പറഞ്ഞതിനാൽ സമീറയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. എന്നാൽ അതേസമയം തന്നെ റോബർട്ടും ഗ്യാങ്ങും സമീറ പറഞ്ഞ ആ ഒരു പള്ളിയിൽ പോയി അന്വേഷിക്കുന്നു. അന്നേരം നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുവാനായി പോവുകയായിരുന്നു ദേവയും. റോബർട്ടും ഗ്യാങ്ങും വരുന്നത് കണ്ട് ദേവയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പുഴയിൽ ചാടി രക്ഷപ്പെട്ടു പോവുകയാണ്. നേരെ അവൻ വന്നടിയുന്നത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ മാകെ ഒരു വെള്ളമെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കും.
സമീറയുടെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയ്ക്കും അവൾ അവിടെ നിൽക്കുന്നതിന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്നും കൂട്ടുകാരി പറയുന്നു. വേറെ വഴിയില്ലാതെ സമീറയാണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കുവാനായും തീരുമാനിച്ചു. കൂട്ടുകാരി അച്ഛനും അമ്മയും അറിയാതെ കുറച്ച് കാശ് അവൾക്ക് കൊടുത്തിരുന്നു. അതുമായിട്ട് സമീറ നേരെ റോഡിലേക്ക് വരും. അപ്പോൾ അവിടെ വെച്ച് ദേവയെ കാണുകയാണ്. മാഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ദേവ പിന്നാലെ കൂടും. നീ കാരണമാ എന്റെ ലൈഫ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സമീറയാണെങ്കിൽ അവിടെ നിന്നും ഹോസ്റ്റലിനുള്ളിലേക്ക് കയറിപ്പോകും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യുവാനായി പോകുന്നത് ഖുഷ്ബുവിന്റെയാണ്. ഖുഷ്ബുവിനെ കൊന്നു കളയുമല്ലോ അതോർത്ത് ദീപകിന് വല്ലാത്ത ടെൻഷനും. ട്രാൻസാക്ഷൻ എല്ലാം അവസാനിച്ചപ്പോൾ ഖുഷ്ബു ആണെങ്കിൽ ദീപകിനോട് പറയും, സാറേ, ഞാൻ ഉടനെ തന്നെ പ്രസവിക്കുമല്ലോ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നൊക്കെ അവൾ സന്തോഷത്തോടു കൂടി പറയുന്നത് കേട്ട് ദീപകിനാണെങ്കിൽ ഗർഭിണിയാണല്ലോ കൊല്ലാൻ പോകുന്നത് എന്ന് കുറ്റബോധവും. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ദേവയാണ്. ദേവയുടെ മനസ്സിലാണെങ്കിൽ ദീപക് നല്ലവനും റോബർട്ട് ക്രൂരനുമാണ്. അതുകൊണ്ട് തന്നെ ദീപകിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ ഒരു വീട്ടിലെ അവിടേക്ക് പോവുകയാണ് ദേവ. ദേവ വന്നു തരുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ ഉടനെ തന്നെ ദീപകിനെ വിവരം അറിയിക്കും. ദേവ നേരെ തങ്ങൾ താമസിച്ചിരുന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഖുഷ്ബുവിനെ കാണില്ല. ഖുഷ്ബുവിന്റെ സാധനങ്ങൾ മാത്രമുണ്ട്. സാധനങ്ങളെല്ലാം വാരി വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോബർട്ടിലെ അവൻ ഖുഷ്ബുവിനെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നും ദേവ കരുതുന്നു. അതേസമയമായിരുന്നു ദീപക്കും കൂട്ടരും അവിടേക്ക് വന്നത്. ദീപകാണെങ്കിൽ റോബർട്ടിനടുത്തൊക്കെ എത്രയും വേഗം ദേവയെ കണ്ടെത്തണം, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ പറയുന്നതെല്ലാം ദേവ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദീപക്കും റോബർട്ടിന്റെ ആളാണെന്ന് ദേവയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ ദേവ അവിടുത്തെ ബാത്റൂമിൽ കയറി കഥകടയ്ക്കും. കഥക് തുറക്ക് ദേവ എന്ന് ദീപക്ക് പറയുമ്പോഴും, ഇല്ല, സാർ നല്ലവനാണെന്ന് ഞാൻ കരുതിയത്, പക്ഷെ അല്ല, സാറും റോബർട്ടിന്റെ ആളാണെന്നും ദേവ പറയുന്നു. എന്നിട്ട് ആ ബാത്റൂമിലെ ജനൽ വഴി അവൻ ചാടി രക്ഷപ്പെട്ടു പോകും. റോബർട്ടും ഗ്യാങ്ങും അവനെ പിടിക്കുവാനായി പിറകെ പോകുന്നു. ഒരു കാടിനുള്ളിലേക്കാണ് ദേവ കയറുന്നത്. അവിടെ വെച്ച് റോബർട്ട് ആണെങ്കിൽ ദേവയെ പിടികൂടും. എന്നാൽ ദേവയെ രക്ഷിക്കാനായി എത്തിയത് കുറെ തെരുവ് നായ്ക്കളായിരുന്നു. റോബർട്ടിനെ ആണെങ്കിൽ തെരുവ് നായ്ക്കൾ കടിച്ചു കുടയും. ആ ഒരു സമയത്ത് ദേവ രക്ഷപ്പെട്ട് നേരെ പോകുന്നത് ലേഡീസ് ഹോസ്റ്റലിലേക്കാ. അവനാണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു. അതേസമയം തന്നെയായിരുന്നു ഹോസ്റ്റലിലുള്ള എല്ലാവരും പുറത്തേക്ക് വരുന്നതും. സമീറയും ഉണ്ടായിരുന്നു. മാഡം, എന്നെ രക്ഷിക്കണമെന്നും അവൻ സമീറയോട് പറയും. ഉടനെ തന്നെ ദേവയെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ബോധം വന്ന ദേവയെ സമീർ ഒരുപാട് വഴക്ക് പറയും. ബില്ലടയ്ക്കുവാനായിട്ട് കാശ് വേണമെന്ന് പറയുമ്പോൾ ദേവയാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന ഖുഷ്ബുവിന്റെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് എടുത്ത് സമീറയ്ക്ക് കൊടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ പഴയ കീറിയ നോട്ടുകളായിരുന്നു ഇരുന്നത്. ഇതുകൊണ്ടൊന്നും ഒന്നുമാകാൻ പോകുന്നില്ല എന്നും സമീറ പറയുന്നു. അങ്ങനെ സമീറയാണ് അവന് ബില്ലടച്ചു കൊടുത്തതുമെല്ലാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന റോബർട്ടിനെ കാണുവാനായിട്ട് ദീപക് എത്തുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് ദേവയെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും റോബർട്ടിനോട് ചോദിക്കുന്നു. അങ്ങനെ ദേവയെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ദീപക്. അവിടെ ദേവയ്ക്കൊക്കെ ഒരു ഹെഡായിട്ടുള്ള ഒരു വയസ്സായ മുത്തശ്ശനുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മുത്തശ്ശനടുത്ത് എത്തിയിട്ട് കാശ് കൊടുത്തിട്ട് ദേവയെ കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നത് അവനെ ആര് ഹെൽപ്പ് ചെയ്യുന്നോ അവരെ ചുറ്റി ചുറ്റിയായിരിക്കും അവൻ പോകുന്നത് എന്നാണ് ആ മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോൾ ദീപകിന് ഒരു കാര്യം ഓർമ്മ വന്നു. സമീറയാണല്ലോ അവസാനമായിട്ട് ദേവയെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സമീറയ്ക്കൊപ്പം കാണുമെന്നും ദീപക് ചിന്തിക്കും. ഉടനെ തന്നെ സമീറയെ വിളിച്ചിട്ട് ദേവയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഇല്ലെന്നാണ് മറുപടി പറയുന്നത്. ദേവയ്ക്കടുത്തെത്തി സമീറ പറയും, നിന്നെ അന്വേഷിച്ച് ആ ദീപക് സാർ വിളിച്ചല്ലോ, എന്തിനാ നിന്നെ അയാൾ ഇങ്ങനെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവ പറയുന്നത്, മാഡം, ഞാനൊരു ഭിക്ഷക്കാരനാ. അവരെന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കോലത്തിലേക്ക് ആക്കിയിട്ട് എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോയി എന്നെ കൊണ്ട് ഒപ്പൊക്കെ ഇടിയിച്ചു. ഞാൻ കരുതിയത് ദീപക് സാർ പാവമാണെന്നാ. പക്ഷെ ദീപക് സാറും ആ റോബർട്ടിന്റെ ആളാണെന്നും ദേവ പറയുന്നു. നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോയെന്ന് സമീറ ചോദിക്കുന്ന സമയത്ത് ദേവയാണെങ്കിൽ ഓരോ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് വെച്ചവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു രജിസ്ട്രേഷൻ ഓഫീസായിരുന്നു. എങ്കിലൊരു കാര്യം ചെയ്, നീ അവിടെ പോയി അന്വേഷിച്ച് നോക്കുവാനായിട്ടും സമീറ പറയുന്നു. സമീറയാണെങ്കിൽ രാജന് കൊടുക്കുവാനായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിരുന്നു. ആ ഡ്രസ്സാണെങ്കിൽ അവളിപ്പോൾ ദേവയ്ക്ക് കൊടുക്കുകയാണ്. നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകുവാനായിട്ടും സമീറ പറയും. അതനുസരിച്ച് കുളിച്ച് റെഡിയായി രാജനായിട്ട് അവൾ വാങ്ങിയ ഡ്രസ്സും ഇട്ടാണ് നേരെ ദേവ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് എത്തുന്നതും. അവിടെ എത്തുന്ന സമയത്ത് രജിസ്ട്രാർ ആണെങ്കിൽ മരണപ്പെട്ടു പോയ കാര്യം ദേവ അറിയുന്നു. ദേവ മിസ്സായതോടുകൂടി റോബർട്ടും ആളുകളും ചേർന്നാണ് രജിസ്ട്രാറെ കൊന്നുകളഞ്ഞതും. ദേവയാണെങ്കിൽ രജിസ്ട്രാർ മരണപ്പെട്ടതറിഞ്ഞ്, ഓ, അപ്പോൾ അയാളെയും അവർ കൊന്നുകളഞ്ഞല്ലേ എന്ന് ദേവ അവിടെ നിന്ന് പറയും. അത് കേട്ട് അവിടെ ഇരുന്നവരെല്ലാവരും ഞെട്ടുന്നു. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസാണെങ്കിൽ ദേവയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഒരുപാട് തല്ലും. രജിസ്ട്രാറുടെ മരണത്തിന് നീയാണോടെ കാരണമെന്നൊക്കെ ചോദിച്ചാണ് തല്ലുന്നത്. എന്നാൽ ദേവയാണെങ്കിൽ തനിക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ദീപക് ഇങ്ങനെ കൊണ്ടുപോയെന്നും എവിടെയൊക്കെയോ ഒപ്പിടിച്ചെന്നും പിന്നെ അവിടെ നീരജിന്റെ ഒരു മാഗസീൻ കണ്ടു, ദേ ഈ സാറ് ഞങ്ങൾക്ക് 500 രൂപയൊക്കെ തന്നുവെന്നും ദേവ പറയുന്നു. അത് കേട്ട് പോലീസുകാരനാണെങ്കിൽ എന്തോ സംശയം തോന്നുന്നു.
ഉടനെ തന്നെ അത് കേട്ട പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ദേവയെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ദീപക് സാറ് ഞങ്ങളെ 4 പേരെയും കൊണ്ടുപോയിട്ട് നന്നായിട്ടൊക്കെ മാറ്റിയെടുത്തിട്ട് ഞങ്ങളെ എവിടെയൊക്കെയോ കൊണ്ടുപോയി ഒപ്പൊക്കെ ഇടിയിച്ചു. പിന്നെ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ദേവ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ ദേവയും കൊണ്ടുപോകും. ദേവയെ കൊണ്ടുവന്ന് ഒപ്പിടിച്ചത് ഒരു ഫ്ളാറ്റിൽ വെച്ചാണെന്നും ദേവ പറയുന്നു. അതനുസരിച്ച് അതേ ഫ്ളാറ്റ് കണ്ടുപിടിച്ചെത്തുകയാണ് പോലീസ് ഇൻസ്പെക്ടർ. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിക്കുന്ന സമയത്ത് ഇതാ രജിസ്ട്രാറുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്ളാറ്റ് ആണെന്നും ഇവിടെ കൂടുതലും പെൺകുട്ടികളെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. പെൺകുട്ടികൾ വരുമ്പോൾ ഒരു കീവേഡ് പറയും, അതനുസരിച്ചാണ് ഞാൻ അവർക്ക് ചാവി കൊടുക്കുന്നതെന്നും ഇൻസ്പെക്ടറോട് ആ ഒരു സെക്യൂരിറ്റി പറയുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ചാവിയും വാങ്ങി ഫ്ളാറ്റിനകത്തേക്ക് കയറിപ്പോകും. ദേവയും കൂടെയുണ്ട്. അവിടെ മാഗി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബാഗ് നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റും ഒരു വലിയ ബാഗ് നിറച്ച് കാശുമാണ് കാണുന്നത്. എന്നാൽ അതിനിടയിൽ വെച്ച് സമീറയെ സംശയം തോന്നിയ ദീപക്കാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്റ്റലിലേക്ക് വന്ന് അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ദേവയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പേടിച്ച സമീറയാണെങ്കിൽ ദേവ രജിസ്ട്രേഷൻ ഓഫീസിലേക്കാണ് പോയിരിക്കുന്നതെന്നും സമീറ തുറന്നു പറഞ്ഞു. അത് കേട്ടതും അവൻ അവിടം വരെ എത്തിയെന്ന് ദീപക് ചിന്തിക്കുന്നു. എന്നാൽ ദീപക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് എത്തിയ സമയത്ത് ദേവയെ അവിടെ നിന്നും പോലീസ് ഇൻസ്പെക്ടർ കൂട്ടിക്കൊണ്ടുപോയ കാര്യവും മനസ്സിലാക്കും. നേരെ ദീപക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്തോ ദേവ പറഞ്ഞ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടറിനെയും കൂട്ടി ദേവ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യവും ദീപക് മനസ്സിലാക്കുകയാണ്. എല്ലാം കുളമാവുകയാണല്ലോ എന്ന ടെൻഷൻ ദീപക്കിനുണ്ടാകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ദേവയാണെങ്കിൽ ഇവർക്ക് ക്യാഷ് കൈമാറിയില്ലേ, അതൊരു പഴയൊരു ബിൽഡിങ്ങിൽ വെച്ചായിരുന്നു, അതും പണി നടക്കുന്ന ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിലേക്ക് പോലീസ് ഇൻസ്പെക്ടറിനെയും കൂട്ടിയെത്തും. ഫ്ളാറ്റിനുള്ളിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം വായിച്ചു നോക്കിയതിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടറിന്റെ കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ആ ഒരു പുതിയ പണി നടക്കുന്ന ബിൽഡിങ്ങില്ലേ അവിടെ എത്തിയ സമയത്ത് ദേവയോട് പറയുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലായി, നീ പറഞ്ഞതുപോലെ ഒരു ഭിക്ഷക്കാരൻ തന്നെയാ, നീ ഒരു ബിനാമിയാ, നിന്റെ അക്കൗണ്ടിൽ ഒരുപാട് കാശ് അവരിടുന്നുണ്ട്, ഈ കാശാണ് നിന്നെ കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനായി നോക്കുന്നതും, അവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കൊന്നുകളയുമെന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ട് ദേവ ചോദിക്കുന്നത്, സാറേ എന്റെ പേരിൽ എത്രത്തോളം കാശാ ഉള്ളത്? അതിന് മറുപടിയായിട്ട് പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്, ഈ നാട്ടിലുള്ള എല്ലാ ഭിക്ഷക്കാർക്കും ആഹാരം വാങ്ങിക്കൊടുത്താലും വീണ്ടും കാശ് ബാലൻസാ. അത് കേട്ട് ദേവ പറയുന്നത്, സാറേ എനിക്ക് കാശ് ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നും പോലീസ് ഇൻസ്പെക്ടറിനോട് ദേവ പറയുന്നു. ഈ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ കുറച്ച് സത്യസന്ധനായിട്ടുള്ള ഇൻസ്പെക്ടറാണ്. അതുകൊണ്ട് തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുവാനായിട്ടും തീരുമാനിക്കും. അതേ സമയം തന്നെയായിരുന്നു ദീപക് അവിടേക്ക് എത്തിയത്. ദീപക് ആണെങ്കിൽ ഞാനൊരു CBI ഓഫീസറാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേവയാണെങ്കിൽ ദീപകിനെ കണ്ട് പേടിച്ച് ആ ബിൽഡിങ്ങിന് അടുത്തായിട്ട് കയറി നിൽക്കുന്നു. സാറേ വിശ്വസിക്കരുതേ, ഇയാള് അവരുടെ കൂട്ടാളിയാണെന്ന് പറഞ്ഞ് ദേവ വല്ലാതെ ബഹളം വെക്കുന്നു. അപ്പോഴേക്കും ദീപകിന്റെ ആളുകളും മുകളിലേക്ക് കയറി വന്നു. അതോടുകൂടി ദേവ പറയുന്നത് സത്യമാണെന്ന് പോലീസ് ഇൻസ്പെക്ടറിന് മനസ്സിലായി. തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ചൂണ്ടുന്ന സമയത്ത് വേറെ വഴിയില്ലാതെ ദീപക്കാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പോലീസ് ഇൻസ്പെക്ടറിനെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് പേടിച്ച ദേവയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് ചാടും. മരിക്കുവാൻ വേണ്ടിയിട്ടാണ് ചാടിയതെങ്കിലും ദേവയ്ക്ക് ഭാഗ്യമുണ്ട്. മരത്തിനിടയിൽ കുടുങ്ങി നിന്ന് അവൻ രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് അവൻ ഓടിപ്പോകും. എന്നാൽ ദീപകിനാണെങ്കിലോ ഓരോ തെറ്റുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നതോർത്ത് വല്ലാത്ത കുറ്റബോധം. ഉടനെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ നീരജിനെ വിളിച്ച് ദീപക് സാറിനെ പോലീസ് ഇൻസ്പെക്ടറിനെ കൊല്ലേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുന്നു. നീരജ് പറയുന്നത്, നടന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുവാനായിട്ടും പറയുകയാണ്. ദീപകിനാണെങ്കിലോ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതോർത്ത് വല്ലാത്ത കുറ്റബോധം. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ദീപക്. ദേവ നേരെ എത്തുന്നത് സമീറയ്ക്കടുത്തേക്കാണ്. എന്നാൽ സമീറയാണെങ്കിൽ, നിന്നെ കാരണം ആ ദീപക് വന്നിട്ട് എന്റെ നെറ്റിയില തോക്ക് ചൂണ്ടിയത്, ഇനി നിന്നോടൊപ്പം എനിക്ക് സഹകരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു. എന്നാൽ ദേവ ചിന്തിക്കുന്നത്, അവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ദീപക് ആ പോലീസ് ഇൻസ്പെക്ടറിനെ കൊന്നു കളഞ്ഞു. അതുപോലെ തന്നെ സമീറയും കൊല്ലുമോ എന്നാണ് അവന് പേടി. അതുകൊണ്ട് തന്നെ ദേവ സമീറയ്ക്കടുത്ത് എത്തിയിട്ട് എത്രയും വേഗം എന്നോടൊപ്പം വരണമെന്ന് പറയുന്നു. അതേ സമയത്തായിരുന്നു ദീപക് പറഞ്ഞുവിട്ട കുറെ ആളുകൾ അവിടേക്ക് വന്നതും. അതുകൊണ്ട് തന്നെ ഇനി സമീറയ്ക്ക് വേറെ വഴിയില്ല, ദേവയ്ക്കൊപ്പം പോയേ പറ്റൂ. അവൾ ദേവയ്ക്കൊപ്പം പോകുന്നു. അവർ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ദീപകിന്റെ ആളുകൾ അന്വേഷിച്ചു വരികയാണ്. എന്നാൽ ദീപകിനാണെങ്കിൽ ആകെ ടെൻഷൻ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്താണ്. ഉടനെ തന്നെ അവർ രണ്ടുപേരെയും സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ദുബായിലേക്ക് അവർക്ക് ടിക്കറ്റും ബുക്ക് ചെയ്യും. ഭാര്യയ്ക്കാണെങ്കിൽ കാരണം അറിയാത്തത് കൊണ്ട് ടെൻഷൻ. നീ ആദ്യം അവിടേക്ക് പോ, ഞാനങ്ങ് വരാം, എന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്നും ദീപക് ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് ഭാര്യയും കുഞ്ഞിനെയും എത്രയും വേഗം എയർപോർട്ടിലേക്കും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ദീപകിനാണെങ്കിൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വല്ലാത്ത കുറ്റബോധം. ദീപകാണെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തു വെക്കും. അതേസമയം തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പിലെത്തിയ ദേവയും സമീറയും അന്വേഷിച്ച് ആളുകൾ അവിടേക്ക് എത്തുന്നതും. എന്നാൽ അവിടെ നിന്നും അവർ ഇറങ്ങിയോടി നേരെ പോകുന്നത് വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന ലോറിയിലായിരുന്നു.
സമീറയ്ക്കാണെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടും. ഇവരെങ്ങനെയാ നമ്മളെ ഫോളോ ചെയ്തെത്തുന്നതെന്ന് സമീറയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്നു. മൊബൈലാണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കി അവൾ ഉടനെ തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. ദീപക് റെക്കോർഡ് ചെയ്ത വീഡിയോ ഒരു പെൻഡ്രൈവിലാക്കി സേഫ് ആക്കി വെക്കുന്നു. മറ്റൊരു വശത്ത് വേസ്റ്റ് കൊണ്ടുപോകുന്ന ലോറിയിൽ വന്നിറങ്ങുകയാണ് ദേവയും സമീറയും. ദേവയ്ക്കാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല. എന്നാൽ സമീറയ്ക്കാണെങ്കിലോ ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അവൾ വല്ലാതെ കരയുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുന്ന ദേവയ്ക്ക് അവനെ കാരണമാണല്ലോ സമീറ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ സമീറയുടെ ഫോൺ എടുത്ത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ദീപകിനെ വിളിക്കുന്നു. സാർ, ഞാൻ ഇവിടെയുണ്ട്, ഇവിടേക്ക് വാ, നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോ, എല്ലാ പ്രശ്നവും ഇതോടെ സോൾവ് ചെയ്യാമെന്നും പറയും. അത് കേട്ട് സമീറയാണെങ്കിൽ നീ എന്തിനാ ഇപ്പോൾ ദീപക് സാറിനെ വിളിച്ചത്, ഇനി ആകെ പ്രശ്നമാകില്ലേ എന്ന് പറഞ്ഞിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഉടനെ തന്നെ ദേവയും കൊണ്ട് അവൾ അവിടെ നിന്ന് പോകും. അവർ പോകുന്ന സമയം തന്നെയായിരുന്നു വഴിയരികിൽ ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് ദേവ കാണുന്നതും. കോർപ്പറേഷനിലുള്ളവർ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയിലിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുവാനായി ഒരുങ്ങുമ്പോൾ ദേവ അത് തടയും. അങ്ങനെയൊന്നും ചെയ്യരുതേ, എനിക്ക് ഡെഡ് ബോഡി വിട്ടു തരണമെന്നും അവൻ പറയും. എന്നാൽ കാശ് തരണമെന്ന് കോർപ്പറേഷനിലുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ദേവയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുവാനായി പറഞ്ഞിട്ട് സമീറയും കൊണ്ട് നേരെ പോകുന്നത് ആ ഒരു രജിസ്ട്രാറിലെ അയാളുടെ ഫ്ളാറ്റിലേക്കായിരുന്നു. അവിടെ ഒരുപാട് കാശിരിക്കുന്നത് അന്ന് ദേവ കണ്ടല്ലോ. എന്നിട്ട് സമീറയെ കൊണ്ടു ചെന്നിട്ട് ഓൾഡ് മങ്ക് എന്നൊരു കീവേഡ് പറഞ്ഞ് ചാവിയും വാങ്ങുകയാണ്. എന്നിട്ട് അവർ നേരെ ഫ്ളാറ്റിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കാശെല്ലാം എടുക്കുവാനായി നോക്കും. അതേസമയം കാശെല്ലാം കണ്ട് സമീറ ഞെട്ടിപ്പോകുന്നു. ദേവ ആവശ്യമുള്ള കാശെടുത്തു. എന്നിട്ട് സമീറയ്ക്കാണെങ്കിൽ അവനൊരു ബാഗ് നിറച്ച് കാശുമാക്കി കൊടുത്തു. സമീറയാണെങ്കിൽ കിട്ടിയ കാശും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായി നോക്കും. എന്നാൽ ദേവയാണെങ്കിലോ അതിന് തയ്യാറല്ല. ഈ പ്രശ്നങ്ങളെല്ലാം അവൻ സോൾവ് ചെയ്തിട്ട് മാത്രമേ അടങ്ങൂ. മാത്രമല്ല, പാവപ്പെട്ട ഭിക്ഷക്കാരല്ലേ, ഇവർക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ഹോസ്പിറ്റൽ വേണം, അവർക്ക് സ്കൂളിന്റെ സൗകര്യം വേണം, കയറി കിടക്കാൻ വീട് വേണം. ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ദേവയുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുമെന്നും പറയും. എന്നാൽ ദേവയുടെ മനസ്സിന്റെ ശുദ്ധി മനസ്സിലാക്കി സമീറയാണെങ്കിൽ അവനൊപ്പം നിൽക്കുവാനായും തീരുമാനിക്കും. കാശുമായി വന്ന ദേവയാണെങ്കിൽ ഡെഡ് ബോഡി കാശ് കൊടുത്തു വാങ്ങി മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്താണ് അടക്കം ചെയ്തതും. എന്നിട്ട് ദേവയാണെങ്കിൽ കുറച്ച് കാശ് അവിടെ ഉണ്ടായിരുന്ന പാവം ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കുന്നു. അവരെല്ലാവരും ദേവയെ അനുഗ്രഹിക്കുന്നത് കണ്ട് അവന് ഒരുപാട് സന്തോഷമാകുന്നു. തിരികെ വീണ്ടും ദേവ ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. ദേവയോട് സമീറ പറയുന്നത് നമുക്ക് ഈ കാശ് പകുതി പകുതി എടുത്തിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന്. പക്ഷേ ദേവയാണെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല. നീ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആയിക്കോ, പക്ഷേ ഞാൻ ഈ ഒരു കാര്യത്തിന് തീരുമാനം കണ്ടിട്ടേ വരൂ എന്നും ദേവ പറയുന്നു. എന്നാൽ കിട്ടിയ കാശുമായിട്ട് അവൾ പോകുവാനായി റെഡിയാകുമ്പോഴും സമീറ മരിക്കുവാനായി പോയ സമയത്ത് രക്ഷിച്ചത് ദേവയല്ലേ, അതുകൊണ്ട് തന്നെ ദേവയോടൊപ്പം നിൽക്കുവാനായും തീരുമാനിക്കുന്നു. എന്നിട്ട് ദേവയാണെങ്കിൽ നേരെ ദീപകിനെ വിളിക്കുന്നു. ദീപക് നീരജിന്റെ അടുത്തിരുന്നാണ് ഫോൺ എടുക്കുന്നതും. അതാണെങ്കിൽ ദേവയ്ക്ക് മനസ്സിലായി. നീരജ് ചോദിക്കുന്നത് നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പറയും. പാവപ്പെട്ട ഭിക്ഷക്കാർക്ക് വീടും സ്കൂളും ഹോസ്പിറ്റൽ സൗകര്യവും എല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്നും പറയുന്നു. അതും ദേവയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് ഉപയോഗിച്ച്. പക്ഷെ നീരജ് പറയുന്നത് അതെങ്ങനെ നിന്റെ ആകുന്നത്, അതെല്ലാം എന്റെ കാശാണെന്ന് പറഞ്ഞ് നീരജ് പ്രശ്നമുണ്ടാക്കും. അത് കേട്ട് ദേവയാണെങ്കിൽ കോളും കട്ട് ചെയ്ത് കളയുകയാണ്. ഫ്ളാറ്റിൽ വന്നതിന് ശേഷം ദേവയാണെങ്കിൽ ഒരു ഐഡിയ പറയുന്നു. നമുക്ക് ദീപകിനെ പൂട്ടാനായിട്ട് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ ഓണാക്കും. ദേവയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ദീപക് ആണെങ്കിൽ ദേവയുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തും. അതൊരു തെങ്ങിൻ തോപ്പ് പോലുള്ള സ്ഥലമായിരുന്നു. എല്ലാവരും ദേവയെ അന്വേഷിച്ച് പോയ സമയം ദീപക് ഒറ്റയ്ക്കായിരുന്നു. തെങ്ങിന് മുകളിൽ നിന്ന് അത് മനസ്സിലാക്കി ദേവയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ദീപകിന്റെ തലക്കടിച്ച് ബോധം കെടുത്തി അവനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകും. നേരെ കൊണ്ടുവന്ന് ഫ്ളാറ്റിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ബോധം വന്ന ദീപകിനോട് ദേവ ചോദിക്കുന്നത്, നിങ്ങളോട് നമ്മൾ 4 പേരും എന്ത് തെറ്റാ ചെയ്തത്? പാവം ഖുഷ്ബു, അവൾ ഗർഭിണിയല്ലായിരുന്നോ? നിങ്ങളെ മിക്കപ്പോഴും അപ്പ അപ്പ എന്നല്ലേ വിളിക്കുന്നത് അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിക്കും. എന്നാൽ ദീപക് പറയുന്നത്, നിങ്ങളെ കണക്ക് തന്നെ ഞാനും, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതിൽ പെട്ടുപോയതാ. അവരെന്നെ കുടുക്കിയതാ. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്തു പോണതാ. പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒരു പെൻഡ്രൈവിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യങ്ങളെല്ലാം അതിലേക്ക് ഞാൻ എടുത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ദീപക് പറയുന്നു. എന്നാൽ ദേവയാണെങ്കിൽ അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. ദേവ പറയുന്നത്, ഖുഷ്ബുവിനെ നിങ്ങൾ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഖുഷ്ബു മരണപ്പെട്ടിട്ടില്ല, അവളെ സേഫായിട്ട് ഞാൻ ഒരിടത്ത് നിർത്തിയിട്ടുണ്ടെന്നും ദീപക് പറയുന്നു. എന്നിട്ടൊരു സ്ഥലത്തേക്ക് അവരെയും കൂട്ടിയാണ് പോകുന്നത്.
കിടക്കുന്നതും. ഖുഷ്ബുവിനടുത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ദീപക്കാണെങ്കിൽ നേരെ പോയത് പെൻഡ്രൈവും ഹാർഡ് ഡിസ്കും എല്ലാം സേഫ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ആ ഒരു ബാഗും സ്വന്തമാക്കി നേരെ പോകുന്നത് ഒരു അനാഥാലയം പോലുള്ള സ്ഥലത്തേക്കും. അവിടെ എത്തിയപ്പോഴാണ് ദേവ ഖുഷ്ബുവിനെ കണ്ടതും. ഖുഷ്ബുവിനെ കണ്ടതോടുകൂടി ദീപക് സാറിനെ ഇനി വിശ്വസിക്കാമെന്നും ദേവ കരുതുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, എത്രയും വേഗം പോകണമെന്നും ദീപക് വന്ന് പറയും. ദീപക് ഫോൺ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ദീപകിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നീരജിന്റെ ആളുകളും അവിടേക്ക് എത്തുകയാണ്. ദീപക് ആണെങ്കിൽ ഖുഷ്ബുവിനെയും ദേവയും സമീറയും രക്ഷിക്കുവാനായി നോക്കും. തന്റെ കൈവശമുണ്ടായിരുന്ന ഗണ്ണുപയോഗിച്ച് വന്നവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. അവിടുത്തെ വലിയ ഗേറ്റുണ്ട്. ആ ഗേറ്റ് കടത്തി ഖുഷ്ബുവിനെയും ദേവയും സമീറയും പുറത്തേക്ക് വിടും. എന്നിട്ട് അവരുടെ കൈവശം തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഏൽപ്പിക്കുകയാണ്. അതിലാണ് നീരജിനെ സംബന്ധിച്ച രഹസ്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ദീപകിന് വെടിയേൽക്കുന്നതും. മരിക്കാറായി കിടക്കുന്ന സമയം പോലും ദീപക്കാണെങ്കിൽ ദേവയുടെ അടുത്തേക്ക് പോകുവാനായി ഒരുങ്ങുന്ന ആളുകളെയൊക്കെ വെടിവെച്ച് കൊന്നിട്ടാണ് ദീപക് മരിക്കുവാനായി കിടക്കുന്നതും. അതേസമയം തന്നെ ഖുഷ്ബുവിന് പ്രസവ വേദന വന്നു. അവളാണെങ്കിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞ് ജനിച്ചതോടുകൂടി ഖുഷ്ബുവും മരണപ്പെട്ടു. മറ്റൊരു വശത്ത് ദീപക് മരണപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നാണ് ദേവയും സമീറയും ചിന്തിക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവരോടൊന്നും നമുക്ക് പോരാടാൻ പറ്റില്ല എന്ന്. എന്നാൽ ദേവ പറയുന്നത് പറ്റും. ഇനിയാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയെങ്കിലും അവസാനിച്ചേ പറ്റൂ. നമ്മളെ പോലുള്ള പാവങ്ങൾക്കും ഇവിടെ ജീവിക്കണമെന്നാണ് ദേവ പറയുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ദേവയാണെങ്കിൽ ഒരു ലോറി നിറച്ച് കാശുമായിട്ട് നീരജിന്റെ വീട്ടിലേക്ക് പോകുന്നു. ദേവയുടെ അക്കൗണ്ടിൽ കിടന്ന കുറെ കാശാണ് ആ കൊണ്ടുപോകുന്നതും. എന്നിട്ട് നീരജിന്റെ വീട്ടിന് മുന്നിലായിട്ട് അത് നിക്ഷേപിച്ചിട്ട് പോവുകയാണ്. അതാകെ വിഷയമാകുന്നു. എല്ലാ പ്രശ്നവും അറിഞ്ഞ മിനിസ്റ്റർ പറയുന്നത് പോണ പോക്ക് കണ്ടിട്ട് എല്ലാ കാര്യവും പുറത്തറിയുമെന്നാ തോന്നുന്നത്. അങ്ങനെ വല്ലതും പുറത്തായി കഴിഞ്ഞാൽ നിന്റെ തലയിലിട്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നും നീരജിനോട് മിനിസ്റ്റർ പറയുന്നു. നീരജ് ആണെങ്കിൽ എത്രയും വേഗം ഈ പ്രശ്നം സോൾവ് ആക്കുമെന്നും മിനിസ്റ്ററിന് വാക്ക് കൊടുക്കും. അതിനുശേഷം നീരജ് വീട്ടിലെത്തുന്ന സമയത്താണ് അച്ഛനൊരു പെൻഡ്രൈവ് വിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നീരജ് കാണുന്നത്. ആ വീഡിയോ എന്തെന്നാൽ നീരജിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെയായിട്ടും നീരജ് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടിനെ പറ്റിയും ദീപക് തുറന്നു പറയുന്ന വീഡിയോ ആയിരുന്നു. അത് കണ്ട ഉടനെ തന്നെ ദേവയാണെങ്കിൽ നീരജിനെ വിളിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അച്ഛന് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇനി ഞാൻ മീഡിയയ്ക്ക് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറയും. എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് നീരജ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭിക്ഷക്കാരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് എന്തെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പാവപ്പെട്ട 3 ഭിക്ഷക്കാരെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ ഒരു ഭിക്ഷക്കാരനായി മാറണം. എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാമെന്നും ദേവ പറയുന്നു. ദേവ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടും നീരജ് തീരുമാനിക്കുന്നു. എന്തായാലും നീരജാണെങ്കിൽ ഭിക്ഷയാചിക്കുവാനായി ചെല്ലുമല്ലോ. ആ സമയത്ത് നീരജിനെ വാച്ച് ചെയ്യുവാനായിട്ട് ദേവയും വരും. അവിടെ വെച്ച് ദേവയെ പിടികൂടാമെന്നാണ് നീരജ് തീരുമാനിക്കുന്നതും. അങ്ങനെ നീരജാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഭിക്ഷയാചിക്കുവാനായും ചെന്നിരിക്കുകയാണ്. നീരജിനെ ദൂരെ നിന്ന് വാച്ച് ചെയ്ത് ദേവയുമുണ്ട്. ദേവയെ പിടികൂടുവാനായിട്ട് അവിടെ ഇവിടെയായിട്ട് നീരജിന്റെ ആളുകളുമുണ്ട്. നീരജിനെ ദൂരെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടുന്ന ദേവയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഭിക്ഷയാചിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കും. നീരജിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരും. അതേ സമയത്തായിരുന്നു ഖുഷ്ബുവിന്റെ കുഞ്ഞിനെയും എടുത്ത് സമീറ നേരെ നീരജിനടുത്തെത്തി കുഞ്ഞിന്റെ കൈ കൊണ്ട് തന്നെ നീരജിന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ പൈസ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒരു പുച്ഛത്തോടെയാണ് നീരജിനെ നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും. കുറെ കഴിഞ്ഞതും ഒരു 500 രൂപ നീരജിന്റെ പാത്രത്തിൽ വീഴുകയാണ്. ആ 500 രൂപ കണ്ടതും നീരജിനത് പരിചയം തോന്നുന്നു. എന്തെന്നാൽ എല്ലാ ഭിക്ഷക്കാർക്കും നീരജ് 500 വെച്ചാണല്ലോ കൊടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും ദേവയ്ക്കെന്ന് കൊടുത്ത അതേ 500 രൂപയായിരിക്കും ഇതെന്ന് നീരജിന് മനസ്സിലായി. ഉടനെ തന്നെ നീരജാണെങ്കിൽ ആ 500 രൂപ ഇട്ടിട്ട് പോയ ആളെ പിടികൂടുവാനായി തന്റെ കൂട്ടാളികളോട് പറഞ്ഞു. എന്നാൽ പിടികൂടിയ സമയത്ത് അത് മറ്റൊരാളായിരുന്നു. ദേവ കാശ് കൊടുത്ത് ഏൽപ്പിച്ച ആളാണ് പൈസ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതും. എന്നാൽ ഒരു ഘട്ടത്തിൽ ദേവയാണെങ്കിൽ നീരജിന്റെ കയ്യിൽ വന്ന് പെടുകയാണ്. നീരജ് ചോദിക്കുന്നത് നിനക്ക് സത്യത്തിൽ എന്താ വേണ്ടത്, അത് പറ, ഞാൻ ചെയ്തു തരാമെന്നും നീരജ് പറയുന്നു. സമീർ അപ്പോഴേക്കും കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവരും. കുഞ്ഞിനെ കാണുന്ന നീരജിന് അത് ഖുഷ്ബുവിന്റെ കുഞ്ഞാണെന്ന് മനസ്സിലായി. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാശ് എത്ര വേണോ ഞാൻ ചിലവാക്കാമെന്നും നീരജ് പറയുന്നു. എന്നാൽ അത് കേട്ട് ദേവ പറയുന്നത് കുഞ്ഞിന് ആവശ്യം കാശല്ല, അവനിപ്പോൾ മുലപ്പാലാണ് വേണ്ടത്. ആ മുലപ്പാല് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരണമെന്ന് പറയും. അത് കേട്ടതും നീരജിന് വല്ലാതെ ദേഷ്യം വരുന്നു. അങ്ങനെ നീരജാണെങ്കിൽ ദേവയെ പിടിച്ച് തള്ളുന്ന സമയത്ത് ദേവയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് താഴേക്ക് വീഴുന്നു. കുഞ്ഞിനെ സമീർ എടുത്ത് നോക്കുന്ന സമയത്ത് കുഞ്ഞിന് ജീവനില്ല. അത് കേട്ടതും ദേവയ്ക്ക് സഹിക്കാനായില്ല. അവനാണെങ്കിൽ കരയുന്നു. മാത്രവുമല്ല നീരജാണെങ്കിൽ ദേവയെ തല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ സമീറയാണെങ്കിൽ എങ്ങനെയൊക്കെയോ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നു. കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ദേവയാണെങ്കിൽ അവിടെ കിടന്ന ഷാർപ്പായിട്ടുള്ള ആയുധമെടുത്ത് നീരജിന്റെ കഴുത്തിൽ വെട്ടും. നീരജ് അപ്പോൾ തന്നെ തറയിൽ വീണ് മരണപ്പെടുകയാണ് ചെയ്തത്.
ഇനി ഈ കുഞ്ഞിനെ നമുക്ക് വളർത്താമെന്ന് പറഞ്ഞിട്ട് ദേവയാണെങ്കിൽ സമീറയോടൊപ്പം കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് വേസ്റ്റ് കിടന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അവർ ഫൈറ്റ് നടന്നതും. ആ വേസ്റ്റ് എല്ലാം തീ പിടിച്ച് ആ ഒരു തീയിൽ നീരജൻ വെന്തെരിയുകയാണ് ചെയ്തത്. കുഞ്ഞിനെയും കൊണ്ടവർ നേരെ എത്തിയത് തിരുപ്പതിയിലേക്കായിരുന്നു. ആ മുത്തശ്ശനടുത്ത് മുത്തശ്ശന് കുഞ്ഞിനെ പരിചയപ്പെടുത്തി കൊടുക്കും. കുഞ്ഞിന്റെ പേരെന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് കുബേര എന്നാണ് അവൻ മറുപടി പറയുന്നത്. അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇപ്പോൾ ഒരുപാട് കാശുണ്ടല്ലോ. ആ കാശ് കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലതൊക്കെ ചെയ്ത് കുഞ്ഞിനെയും വളർത്തി നല്ല രീതിക്ക് ജീവിക്കാമെന്നും അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.